ഇനി അടുത്തതാണ് ഏനൽ ഫിഷേഴ്സ് എന്ന് പറയുന്നത്. അതെന്തുവാ? ഇറ്റ്സ് എൻ ഏനൽ അൾസർ. ഏനൽ അൾസർ എന്തുവാ? ഇനി സ്മോൾ ടിയറിങ് ഇൻ ദ ലൈനിങ് ഓഫ് ഏനസ് എന്ന് വെച്ചാൽ ഏനസിൻ്റെ ലൈനിങ് ഉണ്ടാകുന്ന ടിയറിനെയാണ് ഏനൽ അൾസർ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു വേറൊരു പേര് അല്ലെങ്കിൽ ആ ഒരു വേറൊരു മോഡാണ് എന്ത് പറയുന്നത്, ഏനൽ ഫിഷർ എന്ന് പറയുന്നത്. എന്തുവാ അത്? ടിയറിങ് ഓഫ് ദ ഏനസ് ആണ് ഏനൽ ഫിഷർ എന്ന് പറയുന്നത്. അതിൻ്റെ കോസ് എന്തൊക്കെയാണ് വരുന്നത്? കോസസ് ഇൻക്ലൂഡ് പാസേജ് ഓഫ് ഹാർഡ് ഓർ ലാർജ് സ്റ്റൂൾ, ഒന്നെങ്കിൽ കട്ടിയുള്ളതോ അല്ലെങ്കിൽ ലാർജ് ആയിട്ടുള്ള സ്റ്റൂളിൻ്റെ പാസേജ്, ഇല്ലെങ്കിൽ ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ, ഇതുപോലെ കോൺസ്റ്റിപ്പേഷൻ ക്രോണിക് ആയിട്ടുണ്ടാകുന്ന സമയം, അതുപോലെ ഡയേറിയ, ചൈൽഡ് ബർത്ത്. ഇത്രയും കാര്യങ്ങളാണ് എന്ത് പറ്റുന്നത്, ഏനൽ ടിയർ ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ ഏനലിൻ്റെ ബ്രേക്ക് ഡൗൺ നടക്കുന്നത് അല്ലെങ്കിൽ ഏനലിൻ്റെ റീജിയനിൽ നമുക്ക് ക്രാക്സ് കാണാൻ പറ്റുന്നത്. അതിൻ്റെ സൈൻസ് വെച്ചിട്ട് ഇതൊക്കെയാണ് വരുന്നത്. സിവിയർ ഏനൽ പെയിൻ, അവരുടെ ഏനൽ പെയിൻ സിവിയർ ആയിട്ട് അവർക്ക് ഏനൽ പെയിൻ ഉണ്ടാകുന്നതും അത് ബിഫോർ ആൻഡ് ആഫ്റ്റർ മീൽ, അവർ നമ്മൾ കഴിച്ച് കഴിയുമ്പോഴും അതുപോലെ കഴിക്കുന്നതിന് മുമ്പും കാണും, കഴിച്ചതിന് ശേഷവും ഇവരുടെ ഏനൽ റീജിയൻ അവർക്ക് പെയിൻ കാണും. അതുപോലെ ബ്രൈറ്റ് റെഡ് ബ്ലഡ് ഇൻ സ്റ്റൂൾ എന്ന് വെച്ചാൽ അവരുടെ സ്റ്റൂളിൽ ബ്രൈറ്റ് റെഡ് ബ്ലഡ് കാണാൻ പറ്റും. അതുപോലെ വിസിബിൾ ടിയർ ഓൺ ഏനൽ റീജിയൻ എന്ന് വെച്ചാൽ ഏനൽ റീജിയൻ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് ക്രാക്സ് കാണാൻ പറ്റും വിസിബിൾ ആയിട്ടുള്ള. നെക്സ്റ്റ് ആണ് ഡയഗ്നോസ്റ്റിക് വാല്യുവേഷൻ. ഡയഗ്നോസ്റ്റിക് വാല്യുവേഷൻ ഏതൊക്കെ വരും? ഫിസിക്കൽ എക്സാമിനേഷൻ വരും. നെക്സ്റ്റ് ആണ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് ഏതൊക്കെ വരും? ഇപ്പോൾ പ്രോപ്പർ ഹൈജീൻ ചെയ്യണം, അവരുടെ ഹൈജീൻ ഉണ്ടാകുന്ന കുറവായിരിക്കും, പ്രോപ്പർ ഹൈജീൻ മെയിൻ ചെയ്യാൻ പറയണം. പിന്നെ ഇൻക്രീസ് ഫൈബർ ഇൻടേക്ക് വരണം. മെഡിക്കേഷനായിട്ട് നമുക്കത് കൊടുക്കാൻ പറ്റും, ലാക്സേറ്റീവ്സ് കൊടുക്കാൻ പറ്റും, കാരണം ആ സ്റ്റൂൾ അത്രയും കട്ടിയില്ല, അപ്പോൾ കട്ടി കുറക്കാൻ വേണ്ടി ലാക്സേറ്റീവ്സ് കൊടുക്കാൻ പറ്റും. ഇത്രയാണ് എന്ത് ഏനൽ ഫിഷർ എന്ന് പറയുന്നത്.